പൊങ്ങ്. തേങ്ങയുടെ പൊങ്ങാണ്. Hello my dear friends, welcome to my YouTube channel. Haru and Tanu. ഇത് ഞങ്ങളുടെ വയസ്സൻ മാവാണ് കേട്ടോ. മൂവാണ്ടനാണ്. ഇതിൽ അധികം മാങ്ങയൊന്നും ഉണ്ടാകാറില്ല. എല്ലാ വർഷവും കുറച്ച് മാങ്ങ വീതം ഉണ്ടാകാറുള്ളൂ കേട്ടോ. മൂവാണ്ടനായതുകൊണ്ട് തന്നെ വലിയ മധുരമൊന്നും ഇല്ല. എങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയായതുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്നേഹമുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായില്ലേ കുരുമുളക്, അത് ഈ മാവിലാണ് പടർന്ന് കയറിയേക്കണത്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് കണ്ണിമാങ്ങ താഴ്ത്ത് വീണിട്ടുണ്ട്. മാങ്ങ ഉണ്ടായിട്ടുണ്ട്, കണ്ണിമാങ്ങ കുറച്ചൊക്കെ താഴ്ത്ത് വീണിട്ടുണ്ട്. നമുക്ക് ഈ കണ്ണിമാങ്ങ പറക്കി ഒരു ചമ്മന്തി അരയ്ക്കാം. കന്നിമാങ്ങ ചമ്മന്തി നോക്കട്ടെ, ഇനിയുണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ ചുറ്റും ഇതിങ്ങനെ ഒരു ടെർപ്പോള ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അത് കുരുമുളക് താഴത്തേക്ക് വീഴുവാണെങ്കിൽ പറക്കിയെടുക്കാനായിട്ടാണ്. കാരണം നമുക്ക് കയറി പറക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിത് ഇതുപോലെ ടെർപ്പോള ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് മൂത്തിട്ട് താഴത്തേക്ക് വീഴുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറക്കിയെടുക്കാം. മണ്ണിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇത്രയും കണ്ണിമാങ്ങയാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. നോക്കട്ടെ, ഇവിടെയൊന്നുമില്ല. നമ്മളപ്പോൾ കണ്ണിമാങ്ങയും മാങ്ങ ഇഞ്ചിയും കൊണ്ട് ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ തയ്യാറാക്കണത്. മാങ്ങ ഇഞ്ചിയും വീട്ടിലുണ്ടായതാണ്, കണ്ണിമാങ്ങയും വീട്ടിലുണ്ടായതാണ്. നമുക്ക് കുറച്ച് മുളകും കൂടെ പറിക്കാം, എന്നിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോകാം. ഇത് മാങ്ങ ഇഞ്ചിയാണേ. നമുക്ക് ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലായിരിക്കണത്. അതെ, ഒരു കഷ്ണം പറിച്ചു നോക്കാം. ചമ്മന്തി അരിക്കാൻ കുറച്ച് മതി. 3 കഷ്ണമുണ്ട്. 3 കഷ്ണം മതി. ബാക്കി അവിടെ കിടന്നോട്ടെ. പിന്നെ ചമ്മന്തി അരിക്കുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം ഫ്രഷായിട്ടേ. അങ്ങനെ നമ്മളിത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ണിമാങ്ങയുണ്ട്, മാങ്ങ ഇഞ്ചിയുണ്ട്, കാന്താരി മുളകുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ല അടിപൊളി കണ്ണിമാങ്ങ ചമ്മന്തി തയ്യാറാക്കാം. ചോറിൻ്റെ ഒപ്പവും കഞ്ഞിയുടെ ഒപ്പമൊക്കെ ഒരു കിഡിലൻ കോമ്പിനേഷനാണ്. എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. പഴുത്തത് പോലത്തെ വേണ്ടല്ലേ, അത് കളഞ്ഞേക്കല്ലേ. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. 2 പിടി തേങ്ങ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ, മാങ്ങ ഇഞ്ചി, കാന്താരി മുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിലുണ്ടായ കണ്ണിമാങ്ങ, മാങ്ങ ഇഞ്ചി, കാന്താരി മുളക് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 ചെറിയുള്ളി, ഒരു പിടി കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണ്ട, ഒന്ന് നമുക്ക് ചതച്ചെടുത്താൽ മതി. എന്നാൽ ഒട്ടും അരയാതെ ഇരിക്കരുത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ പാകം. അതെ, ഇതാണ് കേട്ടോ പാകം. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി ടേസ്റ്റാണ്. നല്ല മാങ്ങയുടെയും മാങ്ങ ഇഞ്ചിയുടെയും കാന്താരി മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഹായ്, കഞ്ഞിയുടെയൊക്കെ ഒപ്പം നല്ല കോമ്പിനേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചമ്മന്തി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തനി കേരള സ്റ്റൈൽ ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹലോ എന്താനും. ബൈ.